ദേവലക്ഷ്മി ഭാഗം 23. എന്നാൽ ഇതേ സമയം പൂജ തൻ്റെ ഫ്ലാറ്റിൽ വന്ന് റൂമിൽ കയറി വാതിലടച്ചു. ആ റൂമിൽ ഇരുന്ന ഓരോ സാധനങ്ങളും എറിഞ്ഞുടച്ച് അവൾ തൻ്റെ ദേഷ്യം തീർത്തു. ഇതിനിടയിൽ അവൾ വിളിച്ചു പറയുന്നുണ്ട്, ഗൗരി, നിന്നെ ഞാൻ എൻ്റെ ആദ്യമൊത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല. നിന്നെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം. ശേഷം പൂജ ഫോൺ എടുത്ത് ഒരു നമ്പറിലേക്ക് കോൾ ചെയ്തു. എന്നാൽ അയാൾ രാത്രി കുടിച്ചിട്ട കുപ്പികൾക്ക് നടുവിൽ കിടന്ന് മയങ്ങുകയായിരുന്നു. ഒരറ്റത്തായി അയാളുടെ ഫോൺ പൊട്ടിക്കിടപ്പുണ്ട്. എവിടുന്നോ മൊബൈൽ അടിക്കുന്ന ശബ്ദം കേട്ട് അയാൾ എണ്ണീറ്റ് ചുറ്റും നോക്കി. അപ്പോഴാണ് അയാൾ ഓർത്തത് ഇന്നലത്തെ ദേഷ്യത്തിന് എറിഞ്ഞുടച്ചതാണ്. പെട്ടെന്ന് അവൻ പോയി ഫോൺ എടുത്തു നോക്കി. അപ്പോഴാണ് ഡിസ്പ്ലേ പോയിട്ടുണ്ടെന്ന് മനസ്സിലായത്. അപ്പോഴേക്കും കോളും കട്ടായിരുന്നു. ഡിസ്പ്ലേ ഇല്ലാത്തതുകൊണ്ട് തന്നെ തിരിച്ചു വിളിക്കാനും കഴിയില്ല. ഇവനെന്താ ഫോൺ എടുക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് പൂജ വീണ്ടും കോൾ ചെയ്തു. എന്നാൽ ഇപ്പോൾ ഒറ്റ ബെല്ലിൽ തന്നെ അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ആരാ എന്നവൻ ചോദിച്ചു. എന്താടാ ആരവ്, നീ എന്നെ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? നീ അറിഞ്ഞോ വിശേഷങ്ങളൊക്കെ? അറിഞ്ഞു. ആ ആദിദേവ് എൻ്റെ പെണ്ണിനെ സ്വന്തമാക്കിയെന്ന് ആരവ് പറഞ്ഞു. നീ ഇത്ര മാത്രമേ അറിഞ്ഞുള്ളൂ? അന്ന് 3 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ ബർത്ത്ഡേക്ക് ഞാനും ഉണ്ടായിരുന്നു. ഞാൻ മെയിനായിട്ടും വന്നത് അവിടെ വെച്ച് ആദിക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ്. അപ്പോഴല്ലേ നീ കുറേ നാളായി മോഹിച്ച ഒരു പെണ്ണും ബർത്ത്ഡേ ഫംഗ്ഷന് വരുന്നുണ്ടെന്ന് പറഞ്ഞത്. അന്ന് നമ്മൾ ഒരുമിച്ചല്ലേ അവൾക്കും ആദിക്കും പണി കൊടുത്തത്. എന്നാൽ അന്ന് ഒന്നിച്ചത് അവരായിരുന്നു. ആ ബന്ധത്തിൽ അവർക്ക് 2 കുട്ടികളുമുണ്ട്. ഇത് കേട്ട് ആരവ് നോ എന്നലറി. ഇപ്പോൾ നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ ആ കുട്ടികളെ നേരിൽ കണ്ടതാ. ആദിയുടെ മോനെ കണ്ടാൽ മാത്രം മതി, നിനക്ക് എല്ലാം വിശ്വാസമാകും. എന്തായാലും നടക്കാനുള്ളതെല്ലാം നടന്നു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കാം. എന്തായാലും ആരവ്, എനിക്ക് എൻ്റെ ആദിയെ വേണം. അതിനുവേണ്ടി ഞാൻ അവളെയും കുട്ടികളെയും കൊല്ലാൻ പോലും മടിക്കില്ല. ഇത് കേട്ട് ആരവ് പറഞ്ഞു, ഞാൻ ആ ഗൗരിയുടെ ശരീരം ഒരുപാട് മോഹിച്ചതാ. അവൾ ആ ആദിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാവുമ്പോൾ അവളെ ഉപദ്രവിച്ചാൽ അവന് കൂടുതൽ നോവും. അതുകൊണ്ട് തന്നെ ഞാനും എന്തിനും നിന്റെ കൂടെ ഉണ്ടാവും. ഞാനിപ്പോൾ തൃശ്ശൂരിലാണ്. ഇവിടെ ഗൗരിക്ക് ഒരു മെയിൻ ശത്രുവുണ്ട്, ഗിരി. ഞാനും അവനും എത്രയും പെട്ടെന്ന് ബാംഗ്ലൂർക്ക് തിരിക്കാം. ബാക്കിയെല്ലാം ഞാൻ അവിടെ വന്നതിന് ശേഷം പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ആരവ് ഫോൺ കട്ട് ചെയ്തു. ജിത്തുവും ആദിയും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ബാൽക്കണിയിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. ഡാ ആദി, പൂജ അവളെ വളരെ സൂക്ഷിക്കണം. നിന്നിലൂടെ നിന്റെ സ്വത്തുക്കൾ കൈക്കലാക്കാനുള്ള അവളുടെ ഏറെക്കാലത്തെ ആഗ്രഹമാണ് ഇന്നത്തോടെ സ്വപ്നമായി മാറിയത്. അതിന് കാരണം ഗൗരിയാണ് എന്ന് കരുതി അവൾ ഗൗരിക്കും കുട്ടികൾക്കും എതിരെ തിരിഞ്ഞിട്ടുണ്ടാവും എന്ന് ജിത്തു പറഞ്ഞു. അറിയാമടാ ജിത്തു, ഗൗരിയുടെ ശത്രുക്കൾ കൂടുകയാണെന്ന്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ആ ആരവും പൂജയും ചേർന്നാണ് ഞങ്ങൾക്ക് 2 ആൾക്കും ഡ്രഗ് നൽകിയത്. അങ്ങനെയാണെങ്കിൽ ഇതിനോടകം തന്നെ അവൾ ആരവിനെ വിളിച്ച് വിവരങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാകും. ഡാ, നീ പറയുന്നത് ഗൗരിയുടെ ശത്രുക്കൾ എല്ലാം ഒന്നിച്ചു കാണുമെന്നാണോ? അതെ, എല്ലാവരും ഒന്നിച്ചു വരട്ടെ, എന്നാലല്ലേ ഏറ്റുമുട്ടാൻ ഒരു ത്രില്ലുണ്ടാവൂ. ഇതുവരെ ഗൗരിക്ക് കുട്ടികളുള്ള വിവരം അവളുടെ ശത്രുക്കൾക്കാർക്കും അറിയില്ലായിരുന്നു. ഇനി കൂടുതൽ നമ്മൾ കരുതിയിരിക്കണം എന്ന് ആദി ജിത്തുവിനോടായി പറഞ്ഞു. അപ്പോഴേക്കും ആദിയുടെ ഫോണിൽ പീറ്ററുടെ കോൾ വന്നു. ഹലോ സാർ, തൃശ്ശൂർ ജംഗ്ഷനിലൂടെ ആരവിൻ്റെ കാർ പോകുന്നത് കണ്ടു. ഞങ്ങൾ അവൻ്റെ തൊട്ടു പിന്നാലെയുണ്ട്. ആ ഗിരിയും കാറിലുണ്ട്. ആളൊഴിഞ്ഞ ഏതെങ്കിലും ഒരിടത്ത് വെച്ച് പൊക്കട്ടെ 2നെയും എന്ന് പീറ്റർ ചോദിച്ചു. ഇത് കേട്ട് ആദിയുടെ ചുണ്ടിൽ ഒരു ക്രൂരമായ ചിരി വിരിഞ്ഞു. വേണ്ട പീറ്റർ, നിങ്ങൾ അവരെ ഫോളോ ചെയ്യണം. എന്തുണ്ടേലും എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആദി കോൾ കട്ട് ചെയ്തു. ഡാ, എന്തിനാ പീറ്റർ വിളിച്ചത് എന്ന് ജിത്തു ചോദിച്ചു. ജിത്തു, ഞാൻ പറഞ്ഞില്ലേ പൂജയുടെ കൂട്ടാളി ആരവാണെന്ന്. അവനെല്ലാം പൂജ വഴി അറിഞ്ഞു കഴിഞ്ഞു. ആരവും ഗിരിയും ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വരികയാണ്. പീറ്ററും കൂട്ടരും അവനെ ഫോളോ ചെയ്യുന്നുണ്ട്.
തൽക്കാലം ഞാൻ അവരെ വെറുതെ വിടുകയാ. അവർ ഇങ്ങെത്തട്ടെ, എന്താണ് അവരുടെ പ്ലാൻ എന്നറിയണം. ശേഷം എൻ്റെ ലച്ചുവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവർക്കെല്ലാം ഒന്നിച്ചു തന്നെ ഞാൻ ശിക്ഷ നടപ്പാക്കും. ഒരു ശത്രുക്കളെയും ഭയക്കാതെ എൻ്റെ പെണ്ണിന് സ്വതന്ത്രമായി നടക്കാൻ കഴിയണം. അപ്പോഴാണ് നീതു ഇവരുടെ അടുത്തേക്ക് വന്നത്. ആദ്യേട്ടാ, ഏട്ടനെ ഗൗരി വിളിക്കുന്നു എന്ന് നീതു പറഞ്ഞു. ഡാ ജിത്തു, നീ ഇവിടെ ഇരിക്കണേ, ചില ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ആദി ഗൗരിയുടെ അടുത്തേക്ക് പോയി. ആദ്യ പോയതും നീതു ജിത്തുവിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഇത് കണ്ട് ജിത്തു ചോദിച്ചു, അല്ല കുട്ടി ഡോക്ടറെ, കണ്ണിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ഇപ്പോൾ പുറത്തു ചാടും എന്നതുപോലെയാണല്ലോ ഇരിക്കുന്നത്. ഇത് കേട്ട് നീതുവിന് ആകെ കലിപ്പ് കയറി. ഞാൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണെന്ന് പറഞ്ഞത് തമാശയായിട്ടാണല്ലേ വേതാളം കരുതിയിരിക്കുന്നത്? ഏയ്, എനിക്ക് വിശ്വാസവാ, കുട്ടി ഡോക്ടർ ബ്ലാക്ക് ബെൽറ്റ് തന്നെ. ഡോ വേതാളം, ഞാൻ തന്നോട് ഗൗരിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നല്ല ഒരു സുഹൃത്തായി കരുതിയ തന്നെയല്ലേ പറഞ്ഞത്? എന്നിട്ട് താൻ അവളെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആ സത്യം ഇയാൾ എന്നിൽ നിന്നും മറച്ചില്ലേ? എൻ്റെ കുട്ടൂസുകളുടെ ഒറിജിനൽ ഡാഡി തന്നെയാണ് ആദിയേട്ടനെന്ന്. ഓ, അതായിരുന്നോ താൻ ഇങ്ങനെ കണ്ണുരുട്ടിയത്? ഡോ, തന്നോട് ഞാൻ പറഞ്ഞതല്ലേ, തന്നോട് പറയാൻ പറ്റാത്ത സത്യങ്ങളുമുണ്ട് ഗൗരിയെക്കുറിച്ചെന്ന്. അതാദ്യം അറിയേണ്ടത് ഗൗരി തന്നെയാണെന്നും പറഞ്ഞില്ലേ, അതും ആദിയുടെ വായിൽ നിന്ന് തന്നെ. താനൊന്ന് ആലോചിച്ചേ, ഞാൻ തന്നോട് ഈ കാര്യം മറച്ചുവെച്ചു എന്നറിഞ്ഞപ്പോൾ തനിക്ക് എന്നോട് ദേഷ്യം തോന്നിയില്ലേ? അപ്പോൾ തന്നിൽ നിന്നാണ് ഗൗരി ഇത് അറിയുന്നുവെങ്കിൽ ആദ്യം മറച്ചുവെച്ചു എന്ന് കരുതില്ലേ? അത് ഗൗരിയിൽ ആദിയോടുള്ള ദേഷ്യം കൂട്ടുകയല്ലേ ഉള്ളൂ. എനിക്കറിയാം, ഈ കുട്ടി ഡോക്ടർക്ക് അവളുടെ ഗൗരിയിൽ നിന്നും ഒരു സത്യങ്ങളും മറച്ചു വെക്കാൻ കഴിയില്ല എന്ന്. അതാ ഞാൻ ഒന്നും പറയാതിരുന്നത്. ഗൗരി പറഞ്ഞത് ശരിയാ, ഈ കുട്ടി ഡോക്ടർ വെറും കുട്ടികളെ പോലെ തന്നെയാ എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് മുങ്ങാൻ നോക്കിയതും നീതു ഡോ വേതാളം എന്ന് പറഞ്ഞ് അവനെ അടിക്കാനായി വരുന്നത് കണ്ടതും ജിത്തു ഓടി. ആദ്യം ഗൗരിയെ തിരക്കി റൂമിൽ വന്നപ്പോഴേക്കും ഗൗരി കുട്ടികളുടെ ഡ്രസ് മടക്കി വെക്കുന്ന തിരക്കിലായിരുന്നു. അല്ല, എന്തിനാ ലച്ചു നീ എന്നെ വിളിച്ചേ? ഞാൻ വിളിച്ചെന്നോ? ആരാ ദേവേട്ടനോട് പറഞ്ഞത്? അതോ നിന്റെ ചങ്ക് നീതു? എന്നിട്ട് അവളിപ്പോൾ എവിടെയുണ്ട്? ഞാനും ചിത്തുവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ വന്ന് പറഞ്ഞത് നീ എന്നെ വിളിക്കുന്നുണ്ടെന്ന്. എന്നാൽ അവളുടെ സ്വഭാവം വെച്ച് ജിത്തുവേട്ടൻ എന്തോ പണി കൊടുക്കാൻ വേണ്ടിയാ അവൾ കള്ളം പറഞ്ഞത്. കള്ളവോ? അപ്പോൾ നീ എന്നെ വിളിച്ചില്ലേ? ഇല്ല. ഏട്ടൻ വാ, അവരെന്തേന്ന് നോക്കിയിട്ട് വരാം. ആദ്യം ഗൗരിയും റൂമിന് പുറത്തു വന്നതും ജിത്തു അവരെ തള്ളി മാറ്റി ഓടുന്നതാണ് കാണുന്നത്. പുറകെ ഡോ വേതാളം നിക്ക് എന്ന് പറഞ്ഞ് നീതുവും ഓടുന്നുണ്ട്. ഇത് കണ്ട് ഗൗരി ആദ്യോട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അവൾ ജിത്തുവേട്ടനെ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി പറഞ്ഞതാ ഈ കള്ളമെന്ന്. അല്ല ലച്ചു, എവിടെയോ ഒരു പ്രണയം മണക്കുന്നില്ലേ എന്ന് ആദി ചോദിച്ചു. എനിക്കും ഒരു സംശയം തോന്നിയിട്ടുണ്ട്. നീതു അങ്ങനെ ഒരാളോട് പെട്ടെന്ന് കൂട്ടാവില്ല. എന്നാൽ അവൾ ജിത്തുവേട്ടനോട് ഈ കാണിക്കുന്ന സ്വാതന്ത്ര്യമൊക്കെ കാണുമ്പോൾ എനിക്കും തോന്നാറുണ്ട്. എന്തായാലും അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് അവളെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കും എന്ന് ഗൗരി പറഞ്ഞു. അപ്പോഴേക്കും ജിത്തുവും നീതുവും അങ്ങോട്ട് വന്നിരുന്നു. ജിത്തുവേട്ടനാണേൽ കൈ നന്നായി തടകുന്നുമുണ്ട്. ഇത് കണ്ട് ഗൗരി ചോദിച്ചു, എന്തു പറ്റി ജിത്തുവേട്ടാ? അത് ഗൗരിമോളുടെ കൂട്ടുകാരി എനിക്ക് കുറച്ച് കരാട്ടയുടെ സ്റ്റെപ്പ് പഠിപ്പിച്ചു തരികയായിരുന്നു. ഇത് കേട്ട് എന്താവും നടന്നതെന്ന് ഗൗരിക്കും ആദിക്കും മനസ്സിലായി. ഡാ ജിത്തു, കുട്ടിക്കളിയൊക്കെ മാറ്റി വെച്ചിട്ട് വാ, നാളെ ഒരു ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് ഉണ്ട്, നമ്മൾ രണ്ടാളും അറ്റൻഡ് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞ് ആദി ജിത്തുവുമായി അതിൻ്റെ ഡിസ്കഷന് വേണ്ടി പോയി. അവർ പോയതും ഗൗരി നീതുവിൻ്റെ ചെവിക്ക് പിടിച്ചു. ഇനി ഗൗരിമോള് പറ, എന്തിനാ ജിത്തുവേട്ടനെ ഇന്ന് പഞ്ഞിക്കിട്ടതെന്ന്? അതേ, ആ വേതാളം എല്ലാം അറിഞ്ഞിട്ടും എന്നോടൊന്നും പറഞ്ഞില്ല, അതാ. ഗൗരി, ഇനി വിട്, ഞാൻ പറഞ്ഞല്ലോ. നീ പറഞ്ഞു, പക്ഷെ മുഴുവനും പറഞ്ഞില്ലല്ലോ. അത് നീ വിട്, ഞാൻ പറയാം. ശരി, എന്നാൽ നീ ഇതുപോൾ പറഞ്ഞു തുടങ്ങിക്കോ. അതോ,
എനിക്ക് ആ വേതാളത്തെ കാണുമ്പോൾ എന്തോ ഒരു മനസ്സ് കൈവിട്ടു പോയോ എന്നൊരു സംശയം. എന്നുവെച്ചാൽ അതെ ഗൗരി, എനിക്ക് ആ വേതാളത്തോട് പ്രണയമാണെന്ന് തോന്നുന്നു. നീതു, നീ എന്നിട്ട് ജിത്തുവേട്ടനോട് പറഞ്ഞോ? ഇല്ല, അയാൾക്ക് അങ്ങനെയൊന്നും എന്നോടില്ലെങ്കിലോ. അതുകൊണ്ടാണ് ഞാൻ ആ വേതാളത്തോട് സംസാരിക്കാൻ വേണ്ടിയാ ഇങ്ങനെ തല്ലുകൂടുന്നത്. ഗൗരി, നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യില്ലേ? നീ ആദ്യേട്ടൻ വഴി ആ വേതാളത്തിൻ്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നറിയണം. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. മീറ്റിങ്ങിൻ്റെ എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞ് ജിത്തു രാത്രിയാണ് വീട്ടിലേക്ക് പോയത്. രാത്രിയിൽ ആദ്യ റൂമിലേക്ക് വരുമ്പോൾ ഗൗരി കുട്ടികളെ മേലു കഴിയിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുകയായിരുന്നു. ആദ്യെ കണ്ടതും കുട്ടികൾ ഡാഡി എന്ന് വിളിച്ച് അവൻ്റെ അടുത്തേക്ക് ഓടി. ആദി അവരെ എടുത്ത് ബെഡിൽ കിടത്തി. ഒരു സൈഡിലായി ആദിയും മറ്റേ സൈഡിൽ ഗൗരിയും കിടന്നു. ആ നിമിഷം ആദി വളരെ സന്തോഷവാനായിരുന്നു. താൻ സ്വപ്നങ്ങളിൽ മാത്രം കണ്ടിരുന്ന നിമിഷം. താനും തൻ്റെ പ്രാണനും ഞങ്ങളുടെ പൊന്നോമനകളും. നാളെ നടക്കാൻ പോകുന്നത് എന്തെന്നറിയാതെ സന്തോഷത്തോടെ എല്ലാവരും ഉറങ്ങി. തുടരും. കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ.